പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC+2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 2024 പരീക്ഷകളൊക്കെ ഏകദേശം കഴിയാനായി ഇനി കുറച്ച് സബ്ജക്ട്സിന്റെ എക്സാം മാത്രമേ കുട്ടികൾക്ക് നടക്കാനുള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രോബ്ലം വന്നിരുന്നു. കുറച്ച് സെന്ററുകളിലൊക്കെ എക്സാംസ് മാറ്റിവെച്ചിരുന്നു ഇലക്ഷൻ കാരണം. സോ ആ മാറ്റിവെച്ച എക്സാം എന്നാണ് നടക്കുക എന്നായിരുന്നു നമ്മളെ കുട്ടികൾ ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. നമ്മുടെ എക്സാംസ് ഒക്കെ വീണ്ടും നടത്തുന്ന ഡേറ്റ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം എഴുതാൻ സാധിക്കാത്ത ഒക്ടോബർ 2024 ഇലക്ഷൻ കാരണം എക്സാംസ് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ആ എക്സാം വീണ്ടും എഴുതാനുള്ള ഡേറ്റുമായിട്ടാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒക്ടോബർ 2024 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം എല്ലാവരുടെയും എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കുറച്ചുപേർ എക്സാംസ് ഇനിയും വരാനുള്ള എക്കണോമിക്സ്, ഡാറ്റ എൻട്രി പോലത്തെ പേപ്പേഴ്സ് ഇനിയും നമുക്ക് വരാനുണ്ട്. അതല്ലാതെ നമ്മൾ ഹ്യൂമാനിറ്റീസ് നോക്കുകയാണെങ്കിൽ അവിടെ സോഷ്യോളജി എന്നുള്ള പേപ്പർ, അതേപോലെ 10ാം ക്ലാസ്സിന്റെ പേപ്പേഴ്സിൽ നമുക്ക് ഈ ലോക്സഭ ഇലക്ഷൻ വയനാട്ടിലും അതുപോലെ തന്നെ ചേലക്കരയൊക്കെ ഇലക്ഷൻ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം ഷെഡ്യൂൾ ചെയ്തിരുന്ന എക്സാംസ് ഒന്നും അവിടെ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ എക്സാംസ് ഒക്കെ മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സാം എന്ന് നടക്കും എന്നാണ് നമ്മൾ കുട്ടികൾ ചോദിച്ചിരുന്നത്. ആ ഒരു എക്സാംസ് ഒക്കെ നമുക്ക് ഇനി നടക്കാൻ പോകുന്നത് ഇനി വരുന്ന 30ാം തീയതി, ഈ മാസം 30 നവംബർ 30-നാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ആഫ്റ്റർനൂണിനാണ് നമ്മുടെ എക്സാമിനേഷൻ. സാധാരണ നമ്മൾ സോഷ്യോളജിയിൽ അല്ലെങ്കിൽ മറ്റുള്ള 10ാം ക്ലാസ്സിന്റെ പേപ്പേഴ്സ് നമ്മൾ എക്സാം നടക്കുന്നത് 2:30 മുതൽ 5:30 വരെയാണ്. അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. സോ അതിന്റെ ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് NUS ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എക്സാം ആ ഡേറ്റ് തന്നെ നമുക്ക് നടക്കാൻ പോവുക. അപ്പൊ ആ കുട്ടികൾ എക്സാംസ് ആരൊക്കെയാണോ എഴുതാത്തുള്ളത് അവരൊക്കെ പോയിട്ട് ആ ഡേറ്റിൽ പോയിട്ട് എക്സാം എഴുതുക. ആ ഡേറ്റിൽ 30/11/2024 എന്ന് പറയുന്ന ഈ മാസം 30ാം തീയതിയാണ് നമ്മുടെ എക്സാംസ് ഇനി വീണ്ടും നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് NUS ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഒരു റീഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഹോൾ ടിക്കറ്റ് വരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഹോൾ ടിക്കറ്റ് ഇനിയിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഡേറ്റ് ഈ 30ാം തീയതിയാണ്. മക്കളെ മറക്കണ്ട, ഈ 30ാം തീയതി നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ഇലക്ഷൻ കാരണം എക്സാം എഴുതാത്ത കുട്ടികളൊക്കെ ഇനി വരുന്ന 30ാം തീയതി ആ ഒരു എക്സാം എഴുതാൻ പറ്റും. നമ്മൾ ആ ഒരു ഇലക്ഷൻ കാരണം നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ആ ഒരു എക്സാം എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് പോയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അത് പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ഹോൾ ടിക്കറ്റ് വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് വരുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വരും എന്നാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം നമുക്ക് അത് കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ എക്സാം ആ ഡേറ്റിലാണ് നടക്കുക. നമുക്ക് ആദ്യം ലഭിച്ചൊരു ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ ഹോൾ ടിക്കറ്റും ആ ID കാർഡും നിങ്ങൾ നിങ്ങളുടെ ഒരു വാലിഡ് പ്രൂഫും കൂടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ ഹാളിലോട്ട് പ്രവേശിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയായിരിക്കും അതിന് ചോദ്യ പേപ്പറൊക്കെ വരിക എന്നുള്ളതാണ്. സോ NUS പറയുന്നത് അതിനൊരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നമുക്ക് മുമ്പ് വന്ന കുട്ടികളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം നമ്മുടെ സോഷ്യോളജി എക്സാമിനേഷൻ ബൈഫക്കറ്റ് സിലബസ് ആ ഒരു പാറ്റേണിൽ ഇപ്പോൾ കുട്ടികൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് തന്നെ പോവുക. കാരണം നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് മാറ്റിയതാക്കിയാലും നമുക്ക് കണ്ടന്റുകളൊക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ട് തന്നെ ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മിസ്സാക്കി കളയണ്ട. നമുക്ക് കഴിഞ്ഞ സോഷ്യോളജിയുടെ ഒക്കെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് അറിയാൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു എക്സാം എഴുതാൻ ഇനി പോകുന്ന ഈ ഒരു എക്സാം സോഷ്യോളജി മാത്രമല്ല 10ാം ക്ലാസ്സിന്റെ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് ആ ഒരു ദിവസം നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് ആർക്കാണോ എക്സാംസ് മാറ്റി വെച്ചിട്ടുള്ളത്, ഏതൊക്കെ പേപ്പറിന്റെ എക്സാംസ് ആണോ എഴുതാത്തത്, സോ ആ എക്സാം നമുക്ക് നടത്താൻ ഈ 30ാം തീയതി നടത്തുമ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു എക്സാം ആ ഡേറ്റിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോവുക. അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്കിലും നോക്കി പോവുക. അത് നമുക്ക് യൂസ്ഫുൾ ആവും. ആ മക്കളെ ഒരു ടെൻഷൻ എടുക്കേണ്ട. ഈ 30ാം തീയതി നമുക്ക് നമ്മുടെ എക്സാം എഴുതാം. റിസൾട്ട് ഒക്കെ നമ്മൾ ആദ്യം കുട്ടികൾ എഴുതി അതിന്റെ കൂടെ തന്നെ വരും. നിങ്ങനെ മാറ്റി വെച്ച് എഴുതി നമ്മുടെ റിസൾട്ടിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. റിസൾട്ട് ഒക്കെ കറക്റ്റ് ടൈമിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇനി ഇതിന്റെ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും, തിരുത്തലുകളുണ്ടോ, ഇതിന്റെ എല്ലാത്തിന്റെയും 1 by 1 അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് അതിലോട്ടൊന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ തന്നെ നമ്മളെല്ലാ നോട്ടിഫിക്കേഷൻസും അറ്റ് ദ വെരി ഏർലിയസ്റ്റ് നമ്മൾ അതിലോട്ട് സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ എക്സാം മാറ്റിവെച്ച എക്സാം നടക്കുന്നത് ഈ മാസം 30 നവംബർ 30-നാണ്. സോ എല്ലാവർക്കും പോയിട്ട് ആ ഒരു ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ആർക്ക് എക്സാം ഇലക്ഷൻ കാരണം എഴുതാൻ സാധിക്കാത്ത കുട്ടികൾക്ക്. സോ മക്കളെ പോയിട്ട് പരീക്ഷ എഴുതാൻ അടിച്ചു പൊളിക്കുക. നമ്മുടെ എക്സാംസ് ഇനി റിസൾട്ടും കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നതന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.